ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അമീസ് ക്രിയേറ്റീവ് ഹട്ട്. ഇന്ന് നമ്മൾ ഒരു വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ ക്രാഫ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പേപ്പറിൽ ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തിട്ട് കാർഡ്ബോർഡിൽ വെച്ച് ഒട്ടിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് വരയ്ക്കാൻ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് കാർഡ്ബോർഡിൽ തന്നെ നേരെ ഹാർട്ട് ഷേപ്പ് വരച്ചെടുത്തിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനിപ്പം എനിക്ക് വേണ്ട ഷേപ്പിൽ ഹാർട്ട് ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ കാർഡ്ബോർഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ആ പുറമേ ഉള്ള ഭാഗം നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലുള്ള ഭാഗം കൂടി കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ അത് ആ രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എൻ്റെ കാർഡ്ബോർഡ് കുറച്ചൊരു കട്ടി കുറവാണ്, വലിഞ്ഞ് കളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് ഉറപ്പാകാൻ വേണ്ടിയിട്ട് ഞാൻ പേപ്പറിൽ കൂടി ഒന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു പിങ്ക് കളർ ഫോം ഷീറ്റ് എടുത്തിട്ട് നമ്മുടെ ഹാർട്ട് ഷേപ്പ് അതിൻ്റെ മുകളിൽ വെച്ച് ഒട്ടിച്ചിട്ടാണ് ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ആ ഒരു സമയത്ത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. നമുക്ക് ഈ ഹാർട്ട് ഡെക്കറേറ്റ് ചെയ്തിടാനായിട്ട് കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ 2 ബേർഡ്സിനെ വരച്ചെടുത്തിട്ടുണ്ട്. അത് കാർഡ്ബോർഡിൽ ഒന്ന് ഒട്ടിച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, കുറച്ചൊരു സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാർഡ്ബോർഡിലാണ് ഇപ്പോൾ അത് ചെയ്തെടുത്തുള്ളത്. അപ്പോൾ അതിനുശേഷം നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിൻട്രസ്റ്റ് ആപ്പൊക്കെ വെച്ചിട്ട് അതിൽ നിന്ന് ട്രേസ് ചെയ്തെടുക്കാവുന്നതാണ്. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ട്രേസ് ചെയ്തെടുത്തിട്ട് നമുക്കിതുപോലെ വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം ഞാനൊരു ബ്ലൂ കളർ പെയിൻറ്റൊക്കെ അടിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഉണങ്ങാനായിട്ട് സൈഡിലേക്ക് വെക്കാം കേട്ടോ. 2 ബേർഡ്സും ഇപ്പോൾ ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ 2 ബേർഡ്സും റെഡി ആയിട്ടുണ്ട്. ഇത് രണ്ടും ഒന്ന് പെയിൻറ്റൊക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് സൈഡിലേക്ക് വെക്കാം. കുറച്ച് സമയം എടുക്കും. ഫാബ്രിക് പെയിൻറ്റ് വെച്ചിട്ടാണ് ഇത് പെയിൻറ്റ് ചെയ്തെടുത്തത് കേട്ടോ, ഈ ബേർഡ്സ്. പിന്നെ അതിന് ശേഷം ഇതുപോലെ റെഡ് കളർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ ലവ് എന്നുള്ള ഒരു ഇത് എഴുതിയെടുത്ത് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഒരു ബട്ടർ പേപ്പറിൽ ഇത് എഴുതിയെടുത്തതിന് ശേഷം അത് തിരിച്ച് വെച്ചിട്ട് നമ്മുടെ ഫോം ഷീറ്റിൽ എഴുതിയെടുത്തതാണ്. അപ്പം അതിങ്ങനെ എഴുതിയെടുക്കാൻ ഞാൻ പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ടാണ് എഴുതിയെടുത്തത്. തിരിച്ച് വെച്ച് എഴുതിയപ്പോൾ മാർക്കറിൻ്റെ ഒരു പ്രിൻറ്റ് നമ്മളെ ഫോം ഷീറ്റിൽ വന്നു. അതിന് ശേഷം ഞാനിതുപോലെ ഒന്നുകൂടി ഒന്ന് അതിൻ്റെ മുകളിൽ ക്ലിയറായിട്ട് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ ഒന്നുകൂടി ഒന്ന് വരച്ചെടുക്കുകയാണ്. അതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഇതിൽ എഴുതാൻ കഴിയുന്നുണ്ടെങ്കിൽ, വൃത്തിയായിട്ട് എഴുതാൻ കഴിയുന്നതാണെങ്കിൽ നമുക്ക് നേരെ ഫോം ഷീറ്റിൽ തന്നെ എഴുതിയെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതധികം ഫുള്ളായിട്ടൊന്ന് അതിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കത്രിക ഉപയോഗിച്ചിട്ടോ ബ്ലേഡ് ഉപയോഗിച്ചിട്ടോ എന്തെങ്കിലും നമുക്ക് ഏറ്റവും പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് ഹാർട്ട് ഷേപ്പ് കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിൽ കാണിച്ചിട്ടില്ല. പിന്നെ അതൊരു ഫ്ലവർ കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേ റെഡ് കളർ ഫോം ഷീറ്റ് വെച്ചിട്ട് തന്നെയാണ് അതും ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം.
അപ്പം ആദ്യം നമുക്ക് ഇതുപോലെ വെച്ച് നോക്കാം. ലവ് എന്നുള്ളത് ഈ രീതിയിലും ബേഡ്സ് ഇതിൻ്റെ മുകളിലായിട്ടൊക്കെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഫ്ലവർ നമുക്ക് ഇതിൻ്റെ അടിയിലായിട്ടും വെച്ച് കൊടുക്കാം. അപ്പം നേരെ ഒട്ടിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഇതുപോലെ വെച്ച് കൊടുത്ത് നോക്കിയിട്ടുള്ളത്. ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഇത് ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഫെവിക്കോളൊക്കെ വെച്ച് ചെയ്യുമ്പം അങ്ങനെ പെട്ടെന്ന് ഒട്ടിക്കിട്ടൂല. ഫോം ഷീറ്റൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ചിലപ്പം വിട്ടു പോരുകയും ചെയ്യും. അതുകൊണ്ട് ഗ്ലൂ ഗൺ വെച്ച് ചെയ്യുന്നതായിരിക്കും എനിക്ക് കുറച്ചുകൂടി ഒരു എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പം അതൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മുടെ ലവ് ഒട്ടിച്ചു, അതിനുശേഷം നമ്മുടെ ബേഡ്സിനെ ഒട്ടിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ നല്ല കംപ്ലീറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ ഇത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഇതിന് ബാക്കിലൊരു പിൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. വൂളൻ ത്രെഡ് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ചുമരിൽ ഹാങ് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും വെക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ക്രാഫ്റ്റ്സൊക്കെ താല്പര്യമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യട്ടോ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസൊക്കെ ലഭിക്കാനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.